ഹാൻഡിലേക്ക് ഇവിടെ അറ്റാച്ച് ആവില്ലേ? ഓക്കെ, പണി കഴിഞ്ഞു. ലോക്കായി. ഇത് നോർമലി വീൽചെയറായിട്ട് യൂസ് ചെയ്യാം. ഇപ്പൊ പുതിയൊരു സിനിമയിലൊക്കെ വന്നിട്ടുണ്ട്. ഏതാണ്? ജയ് ഗണേഷില് അതിലുണ്ട്. ഉണ്ണിരിക്കുന്നത് സംഭവം. സെയിം വണ്ടിയാണ്. ഓക്കെ, താങ്കളുടെ പേര്? എൻ്റെ പേര് സാബിത്ത്. ഓക്കെ, അജു. എൻ്റെ ചാനൽ ഇറ്റ്സ് യു വ്ളോഗ്സ് എന്നാണ്. ഓക്കെ, ഞാൻ റോഡിൽ നിന്ന് കണ്ടപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി. വേറെ പുറത്തുനിന്ന് കണ്ടേണില്ലേ? ഞാൻ കണ്ടപ്പോൾ നിർത്തി. താങ്കൾ എന്താന്ന് എനിക്ക് ആദ്യം മനസ്സിലായില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇങ്ങനെ ഒരു സംഭവം. എന്താണ് ശരിക്കും ഇതിന്റെ പേര്? നിയോമോഷൻ എന്നാണ് കമ്പനിയുടെ പേര്. നിയോമോഷൻ. അതെ, നിയോമോഷൻ ആണ്. അതെ, നിയോ ബോൾട്ട് എന്നാണ് ടോട്ടലി ഉള്ളതിന് പറയാം. നിയോ ബോൾട്ട്. യെസ്. വീൽ ചെയറിന് മാത്രമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിയോ ഫ്ലൈ എന്നാണ് പറയുക. നിയോ ഫ്ലൈ. എന്താണ് ഇതിന്റെ സ്പെഷ്യാലിറ്റി? എങ്ങനെയാണ് ഇതിന്റെ മേക്ക്? സ്പെഷ്യാലിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് നോർമൽ കുറച്ചും കൂടി ഇൻഡിപെൻഡന്റ് ആകാൻ കഴിയും. ഒരു ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരാൾക്ക് ഒറ്റയ്ക്കെല്ലാം ചെയ്യാൻ പറ്റും അല്ലേ? ഇപ്പൊ ഞാൻ തന്നെ എനിക്ക് ആദ്യം നേരത്തെ ഞാൻ കണ്ടു അവിടുന്ന് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ എനിക്ക് ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ വരേണ്ടിയിരുന്നു. അത് കാർ കൊണ്ട് വരണം, എന്നാലേ നമുക്ക് പുറത്തെവിടെയും പോകാൻ കഴിയുള്ളൂ. ഇതാകുമ്പോ അതിന്റെ ആവശ്യമില്ല. നമുക്ക് ഡയറക്റ്റ് ബെഡിൽ നിന്ന് വീൽ ചെയറിലോട്ട് ഇരിക്കുക, ഇത് അറ്റാച്ച് ചെയ്യാം, പോവാം. ഏകദേശം എന്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് 12-13 കിലോമീറ്റർ. അത്രയും കിലോമീറ്റർ ഇതിലാണ് വരുന്നത്. ഇത് ഇലക്ട്രിക് ആണ് അല്ലേ? ഇലക്ട്രിക് ആണ്. ഹബ്ബ് മോട്ടറാണ് ഈ ഫ്രണ്ടിൽ വരുന്നതാണല്ലേ ഡ്രൈവ് വരുന്നത്? അതെ. ബ്രേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. 2 ബ്രേക്ക് ആണല്ലേ? ഇവിടെ 2 ബ്രേക്കാണ്. ഇത് ആക്സിലേറ്റർ ഇതാണ്. അതെ, ആക്സിലേറ്റർ ബൈക്കിന്റെ പോലെ തന്നെ അല്ലേ? ഇതിലാണ് നമുക്ക് സ്പീഡ് അറിയുന്നത്. സ്പീഡ് അറിയാം. ഓക്കെ, 3 ലെവലായിട്ട് സ്പീഡ് ഉണ്ട്. 3 ലെവലുണ്ട്. ബാറ്ററി ഇതാണല്ലോ വരുന്നത്? ഇതാണ് ബാറ്ററി. ഇപ്പൊ ചാർജിങ് ഒക്കെ നമ്മൾ സാധാ നോർമൽ ചാർജ് പോലെയാണ്. അഡാപ്റ്റർ വെച്ചിട്ട് തന്നെ കമ്പ്യൂട്ടർ ലാപ്പ് ചാർജർ പോലെ അതുപോലുള്ള ചാർജ് ആണല്ലേ? ഓക്കെ. പിന്നെ ഇത് ഓൺ ആക്കുന്നല്ലേ? യെസ്. ഇത് ഇങ്ങനെ ഇവിടെ ഒരു ലോക്ക് ഉണ്ട്. ആ ലോക്ക് അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് ഇതിൽ നിന്ന് എടുത്തിട്ട് ചാർജ് ചെയ്യാം. എന്നിട്ട് ചാർജിങ് ഹബിലേക്ക് കണക്ട് ചെയ്യണം. അതെ, ഇവിടെയാണ് അതിന്റെ പിന്ന് വരുന്നത്. അടിപൊളി. ഇവിടെ ഒരു ഇതുണ്ട്, അതിലേക്ക് ഇങ്ങനെ ഇറക്കി വെക്കുക. സംഭവം കൊള്ളാം. ലൈറ്റും ഉണ്ട് അല്ലേ? ഒന്ന് കത്തിക്കാൻ പറ്റുമോ? അടിപൊളി, നല്ല ലൈറ്റ് ഉണ്ട്. ഓക്കെ, ഇത് അതിന്റെ സപ്പോർട്ടിംഗ് ആണ്. വീൽസ് വരുന്നുണ്ട്. നമുക്ക് കുറച്ച് കുണ്ടും കുഴിയൊക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ സൈഡിലോട്ട് ചെരിയുമ്പോ ഒരു സപ്പോർട്ടിങ് ഇങ്ങനെ അല്ലേ? ഓക്കെ, അടിപൊളിയാണ്. ഒരിക്കലും വീഴില്ല നമ്മള്. ഫുൾ സേഫ്റ്റിയാണ്. ഓക്കെ, സംഭവം കൊള്ളാട്ടോ, അടിപൊളിയാണ്. ഫോണുണ്ടോ? ഫോണുണ്ട്. ഫോണ് ചെറിയൊരു ഫോണാണ്. കൊള്ളാം, നല്ല സൗണ്ട്. ഒന്നുകൂടി നിറച്ച് നോക്കട്ടെ. അടിപൊളിയാണ്. റോഡിലൂടെ പോകുമ്പോ വലിയ വണ്ടികൾക്ക് അത്ര കേൾക്കൂല. നമുക്ക് ഇവിടെ എന്തായാലും സംഭവം കൊള്ളാട്ടോ, ഭയങ്കര ഇഷ്ടമായി എനിക്ക്. ഇതെന്താണിത്? കൺട്രോളറാണ്. ഇതിന്റെ എല്ലാ ഇതും വരുന്നത് അതിനകത്താണ്. കൺട്രോളറാണ്. ഓക്കെ. ഇത് എത്ര കിലോമീറ്റർ കിട്ടും ഒരു ചാർജില്? ഒരു ചാർജില് ഇപ്പൊ ഇതിലിരിക്കുന്ന ബാറ്ററി 25 കിലോമീറ്ററിന്റെ ആണ്. ഇത് 25ന്റെ. അപ്പൊ ബാറ്ററി മാറ്റുന്നതനുസരിച്ച് ബാറ്ററി മീൻസ് ഈ കമ്പനി 2 ഇതിലുള്ള ബാറ്ററിയാണ് ഇറക്കിയിട്ടുള്ളത്. ഒന്ന് 25ഉം പിന്നെ ഇപ്പോ 50 കിലോമീറ്റേഴ്സിന്റെ ഒന്ന് ഇറക്കിയിട്ടുണ്ട്. ഓക്കെ, 2 ഇറക്കിയിട്ടുണ്ട്. 25, 50. ഇത് 25 ആണ്. അതെ, എനിക്ക് കിട്ടുന്ന ടൈമിൽ അത് ഉണ്ടായിരുന്നു. ഓക്കെ. നമ്മളിപ്പോ ഇത് പർച്ചേസ് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യാ? പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിയോമോഷൻ എന്നുള്ള കമ്പനി അവരെ കോൺടാക്ട് ചെയ്യാൻ. ഏകദേശം എന്ത് പ്രൈസ് വരുന്നുണ്ട് പറയാൻ പറ്റും? 1 ലാഖിന്റെ മേലെ വരുന്നുണ്ട്. ഞങ്ങൾക്ക് ഇതിന് വാറണ്ടി അങ്ങനെയുള്ള സർവീസ് ഒക്കെ അവർ തരും. സർവീസ് എന്താ, ചെന്നൈയിലാണ് അവരുടെ ഇത് ഫുള്ള്. നിലവില് ഇവിടെ ഇല്ല, കേരളത്തിലില്ല. നമുക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് സെൻഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ. അപ്പൊ ഇത് എടുത്തിട്ട് എത്ര നാളായി? ഇപ്പോ ഏപ്രിൽ 14th 1 year കഴിഞ്ഞു. 1 year കഴിഞ്ഞു. ഇതുവരെ കംപ്ലൈന്റ്സ് ഒന്നുമില്ല? കംപ്ലൈന്റ്സ് ചെറിയ കംപ്ലൈന്റ്സ് വന്നിട്ടുണ്ട്. അത് ജസ്റ്റ് നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന അത്രേ ഉള്ളൂ. ടൂൾസും ഇതിന്റെ കൂടെ വരുന്നുണ്ട്. നെറ്റ് ലൂസ് ആവുക അങ്ങനെയുള്ളത് അല്ലേ? മേജർ ആയിട്ടുള്ള ഒരു പ്രശ്നം വന്നിട്ടില്ല. ഇല്ല. പിന്നെ അവര് അതിന്റെ ഇടയ്ക്ക് കേരളത്തിലൊരു സർവീസ് ക്യാമ്പ് വെച്ചപ്പോ ഞാൻ കൊണ്ടുപോയിട്ട് നമുക്ക് അതവരെ അറിയിക്കുമോ? ക്യാമ്പുള്ളത് അറിയിക്കുന്നുണ്ട്. അടിപൊളിയാണ്. ഇപ്പൊ എനിക്ക് തന്നെ കുറച്ച് ഇൻഡിപെൻഡന്റ് ആവാൻ കഴിയുന്നുണ്ട്, വർക്കിന് പോകാൻ കഴിയുന്നുണ്ട്. അതെ, അടിപൊളിയാണ്. അപ്പൊ ഇതുപോലുള്ളവർക്കെല്ലാം ഉപകരിക്കട്ടെ ഈ ഒരു വീഡിയോ. താങ്കളുടെ വിലയേറിയ ഇൻഫർമേഷൻ നന്ദി. താങ്ക് യു സോ മച്ച്.
നമ്മൾക്ക് ഇടയിൽ സാബിത്തിനെ പോലുള്ള ഒരുപാട് പേരുണ്ടാകും. അവർക്കൊക്കെ ഒരു സഹായമായി, താങ്ങായി, കൂട്ടായി ഇതുപോലുള്ള പല എക്യുപ്മെൻറ്റ്സുകളും ഇനിയും പലരും കണ്ടുപിടിക്കട്ടെ. അവയൊക്കെ നമുക്ക് ഉപകരിക്കട്ടെ. അവയെല്ലാം നിങ്ങളുടെ മുമ്പിൽ ഇതുപോലെ എത്തിക്കാൻ എനിക്ക് സാധിക്കട്ടെ എന്ന് കരുതിക്കൊണ്ട് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. സൈനിങ് ഓഫ് അജു പത്മനാഭൻ.